മഞ്ഞു പെയ്യുന്ന ഡിസംബർ രാത്രി സൂപ്പർ ലീഗ് കേരളയിലെ ഏറ്റവും ആവേശമായ ഒരു മത്സരത്തിലേക്കാണ് ഇന്ന് ഈ മൈതാനം അരങ്ങൊരുങ്ങിയിരിക്കുന്നത്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം, തിരുവനന്തപുരം കൊമ്പൻസ് വേഴ്സസ് കാലിക്കറ്റ് FC പോരാട്ടത്തിന് എല്ലാ തരത്തിലും ഇന്ന് തിരുവനന്തപുരത്തിന്റെ അന്തരീക്ഷം സജ്ജമായി കഴിഞ്ഞു. ഈ രാത്രിയെ ഏറ്റവും വലിയ ആവേശത്തിലേക്ക് അലിഞ്ഞു ചേർന്നുകൊണ്ട് ആദ്യ പകുതിയുടെ ടച്ചത ആരംഭിച്ചു കഴിഞ്ഞു. ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തട്ടെ മലയാള വിവരണത്തിൽ കമന്ററി ബോക്സിൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം. ഞാൻ അജു ജോൺ തോമസിനോടൊപ്പം ബിനീഷ് കിരൺ. സെബാസ്റ്റ്യൻ സ്റ്റിൽ ലീവിംഗ് ചാൻസ്. ഒരു പെനാൽറ്റി സാധ്യത തേടിയുള്ള ഒരു അവസരമായിരുന്നു. ഒരിക്കലും പെനാൽറ്റി അല്ല. ബോളിൽ ആദ്യം കോണ്ടാക്ട് ലഭിക്കുന്നത് ബോവാസോ ആണ്. ബോളിന് കോണ്ടാക്ട് ലഭിച്ചതിന് ശേഷമാണ് ബോവാസോ അവിടെ വീഴുന്നത്. അതുകൊണ്ടാകാം റഫറി അത് ഒരിക്കലും ഒരു പെനാൽറ്റി വിധിക്കുന്നില്ല. പന്ത് തിരിച്ചു പിടിക്കുകയാണ് കൊമ്പൻസ്. ഫ്രീ സ്പേസ് ആണ് ഇടത് വിങ്ങിൽ. തിരുവനന്തപുരം കൊമ്പൻസ് നിർണായകമായ മത്സരത്തിൽ ലീഡെടുക്കുന്ന കാഴ്ച. ആടിത്തിമർക്കുന്ന കൊമ്പൻസിന്റെ ആരാധകരാൽ ശബ്ദ മുഖരീതമാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. What an atmosphere, what a start for കൊമ്പൻസ്. അതിനുശേഷം ഒരു ക്രോസ് ശ്രമമാണ്. ഹെഡർ പാസ്. പാട്രിക് മോട്ട ഒരു ഭാഗത്ത് നമ്മൾ കണ്ടു. ഇവിടെ ബ്രൂണോയെ സംബന്ധിച്ച് ഒരു പരീക്ഷണം തന്നെയായിരുന്നു. പക്ഷെ ഗോളിന് അരികിൽ വരെ എത്തി ബ്രൂണോ എന്നുള്ളതാണ് പറയേണ്ടത്. വീണ്ടും ചാൻസ് ഫോർ കൊമ്പൻസ്. നല്ല റൺ കാണാം അവിടെ. സ്റ്റിൽ ചാൻസ്. അഷർ. ഓപ്ഷനുകൾ രണ്ടുണ്ടായിരുന്നു അഷറിന് അവിടെ. പക്ഷേ ഒരു പെനാൽറ്റി കിട്ടുമെന്ന പ്രതീക്ഷ അഷറിന് മുന്നിൽ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു മുഹമ്മദ് അഷർ. ചെറുതായിട്ട് ഒരു ഓഫ് ബാലൻസ് ആയി പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാകാം റഫറി അതിനൊരു പെനാൽറ്റി കൊടുക്കാതിരുന്നത്. ബോവാസോയുടെ ഫോർവേഡ് ബോൾ. സെബാസ്റ്റ്യൻ. അവിടെ ബൂട്ട് പോലും തെറിച്ചു പോയൊരു കാഴ്ചയാണ്. യെല്ലോ കാർഡ് ഓൾറെഡി വിധിക്കപ്പെട്ടു കഴിഞ്ഞു. സെബാസ്റ്റ്യന്റെ ഡേഞ്ചറസ് റൺ ആയിരുന്നു. പക്ഷേ ഒരു വ്യത്യാസത്തിൽ അത് കടന്നു പോവുകയാണ് ഓൺ ടാർഗറ്റിൽ നിന്നും. വീണ്ടും ജഗന്നാഥ്. ബ്രൂണോ. What a shot, Bruno. ബോവാസോ ഔട്ട് സ്വിംഗിംഗ് ബോൾ. വെയിറ്റ് ചെയ്യുകയാണ് സോസ ഒരു വോളിക്ക് വേണ്ടി. ഏതായാലും ആദ്യ പകുതിയുടെ വിസിൽ വന്നു കഴിഞ്ഞു. ഒരു ഗോളിന്റെ ലീഡിലാണ് പോളോ വിക്ടർ. അദ്ദേഹത്തിന്റെ ഗോളിന്റെ ലീഡിലാണ് കൊമ്പൻസ് എന്നുള്ളത് കാണുക. അതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം നിലവിൽ. ഹാഫ് ടൈം സ്കോർ ഹിയർ ഇൻ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. കൊമ്പൻസ് 1 and Calicut FC 0. രണ്ടാം പകുതിക്ക് തുടക്കമാവുകയാണ് കാലിക്കറ്റിന്റെ ടച്ചോടുകൂടി. ആദ്യം തന്നെ ലോങ് ബോൾ ട്രൈ. വീണ്ടും സ്വാഗതം ചെയ്യുന്നു എല്ലാ ഫുട്ബോൾ ആരാധകരെയും ഈ ആവേശ കാഴ്ചയിലേക്ക്. കമന്ററി ബോക്സിൽ ഞാൻ അജു ജോൺ തോമസിനോടൊപ്പം ബിനീഷ് കിരൺ. ഒരു ഭാഗത്തോ പോളോ വിക്ടറിന്റെ ഫോർവേഡ് ബോൾ. ജാസിമിന്റെ ഷോട്ട് ട്രൈ. ഒരു അല്പം അഡ്വാൻസ് ആയിരുന്നോ? അതാണ് ഒന്ന് ഉപയോഗപ്പെടുത്താൻ നോക്കിയത് ശരിക്കും അവിടെ. ചാൻസ്. ബ്രൂണോ ഷോട്ട് ബ്ലോക്ക് ചെയ്യുന്നു. പക്ഷേ അവസരമാണ്. ക്രോസ് കംസ് ഇൻ. സെബാസ്റ്റ്യൻ ആ ബോളിനെ ഒന്ന് ചുംബിക്കാനായി ശ്രമിച്ചു നോക്കിയ സെബാസ്റ്റ്യൻ. പക്ഷേ ആ പന്തിലേക്കുള്ള കോണ്ടാക്ട് ലഭ്യമായില്ല. വീണ്ടും ബോവാസോയുടെ ക്രോസ് കംസ് ഇൻ. പഞ്ച് തകറ്റുന്നു അവിടെ. ചാൻസ്. ബ്രൂണോ. ഹാൻഡ് ബോൾ അപ്പീൽ അവിടെ ഉയർന്നിരുന്നു ഇതിനു മുമ്പ്. എത്ര അവസരം. യെല്ലോ കാർഡ്. ഐ തിങ്ക് ജാസിം. യെല്ലോ കാർഡ് അവിടെ വിധിക്കപ്പെട്ടു കഴിഞ്ഞു. ഏതായാലും യെല്ലോ കാർഡ് അവിടെ ജാസിമിന് തന്നെയാണ് വിധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കാണാം. സലീം. അത് അനാവശ്യമായി പോയി എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ഓൾറെഡി വിസിൽ വന്നതാണ്. വിസിൽ വന്ന സ്ഥിതിക്ക് അങ്ങനെ ഒരു ഇടപെടലിലേക്ക് പോയി കാർഡ് ഇപ്പുറത്താണെങ്കിൽ അത് വലിയ കുഴപ്പമാണ്. അനാവശ്യമായിട്ടാണ്
ഫൗളാണ്, ഫൗള് നേടിയെടുത്തു. അതിനുശേഷമുള്ളത് ശരിക്കും പറഞ്ഞാൽ തീരുമാനം മറിച്ചുമാകാമായിരുന്നു. കാരണം ഫൗളൊക്കെ നേടിയെങ്കിലും തിരിച്ചൊരു സമ്മാനം കൂടി ലഭിച്ചേനെ. വീണ്ടും വലത് വിങ്ങിലൂടെ ഒരു നീക്കവുമായി റൊണാൾഡിന്റെ ക്രോസ് ചാൻസ്. ഓ ഗംഭീരമായൊരു ചാൻസ് തന്നെയാണ് അവിടെ. ഒട്ടമാറിന് ലീഡ് ഉയർത്താൻ ഇതിൽ പരം ഇനി ഒരു അവസരമില്ല. ഗംഭീര പാസ്സാണ് അവിടെ നൽകിയത് റൊണാൾഡ്. കൊമൻട്രി ബോക്സിൽ ഇന്നത്തെ പ്ലെയർ ഓഫ് ദി മാച്ച് തീരുമാനമായി കഴിഞ്ഞു. കാരണം അത് നാടകീയമായ രംഗങ്ങൾ, അൺബിലീവബിൾ മൊമെന്റ്. പെനാൾട്ടി. 8 മിനിറ്റ് അധിക സമയം വിധിക്കപ്പെട്ട സമയം. ഇത് തുല്യതയിലേക്കാണോ ഈ മത്സരം? തുല്യത പോലും ക്വാളിഫിക്കേഷൻ ഉറപ്പിക്കും, പക്ഷേ അവിടെ ആ സ്ഥാനം സ്ലോട്ട് അതാണ് പ്രശ്നം. പെനാൾട്ടി ഫോർ കാലിക്കറ്റ് FC ആൻഡ് സെബാസ്റ്റ്യൻ. കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ കോഴിക്കോടിന്റെ മൊഞ്ചുള്ള ഗോൾ വരികയാണ്. കോഴിക്കോടൻ ഗസൽ സംഗീതം പോലെ അതിസുന്ദരമായ ഒരു ഗോൾ. മനം നിറഞ്ഞു കണ്ടോളീൻ ചങ്ങായിമേരെ, നമ്മുടെ കോഴിക്കോടൻ ഗോൾ. Socona kick again. Boasso. Shot corner. Sebastian back to Boasso. Oh, free kick, I think. It's a red card, maybe. It's a direct foul. Yellow. No. യെല്ലോയിൽ അത് ചുരുങ്ങുന്നു. പക്ഷേ സാരിഫിന് യെല്ലോ കാർഡ് വരുന്നതിനൊപ്പം കളി വീണ്ടും ഒരു സെറ്റ് പീസിലേക്കാണ്. Free kick for Calicut. Sebastian the ball. Header! തിരക്കഥകളാൽ രചിക്കപ്പെട്ട സിനിമയല്ല ഇത്. സൂപ്പർ ലീഗ് കേരള കണ്ട ഏറ്റവും വലിയ സസ്പെൻസ് ത്രില്ലർ. മത്സരത്തിന്റെ അവസാന സെക്കൻഡിൽ സൂപ്പർ ലീഗ് കേരളയിലെ ഏറ്റവും വലിയ സസ്പെൻസ് രംഗം. And Calicut magic here in Trivandrum. സൂപ്പർ ലീഗ് കേരളയിലെ സൂപ്പർ സസ്പെൻസ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. സോ തിരുവനന്തപുരം കൊമ്പൻസ് അവരുടെ അവസാന മത്സരത്തിൽ 95 മിനിറ്റ് വരെ അവർ ലീഗിൽ സ്ഥാനം ഉറപ്പിച്ചിരുന്നു, സെമി ഫൈനലിൽ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. പക്ഷേ look at this climax. Super hero Axel. Yes, final whistle. Oh my word. എന്തായിരുന്നു മിനിറ്റുകൾക്ക് മുമ്പ് വരെ ഈ മത്സരത്തിന്റെ സ്ഥിതി? വിജയം പോലും ഉറപ്പിച്ച കൊമ്പൻസ്. പക്ഷേ ഇതാണ് കാൽപന്ത് കളി. ഏത് നിമിഷവും കളിയുടെ വിധി മാറി മറിയുമെന്ന് പല ആവർത്തി നമ്മൾ പറഞ്ഞിരുന്നു. അത് തന്നെ സംഭവിക്കുന്നു. What a climax. What an absolute thriller. ഈ ടീമിന്റെ ഒരു കോൺഫിഡൻസ് അത് സെമിയിലും ഫൈനലിലും, ഒരുപക്ഷെ സെമിയിലും ഫൈനലിൽ ആവേശത്ത് പറഞ്ഞു പോയതാണെങ്കിലും ഈ മത്സരം നോക്കൂ, എത്ര മികച്ച രീതിയിലാണ് ഇതിനെ അവസാനിപ്പിച്ചിരിക്കുന്നത് കാലിക്കറ്റ് FC.